Hi dears, welcome back to my channel. I am Ilhan. ഇന്ന് നമ്മളൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ വീഡിയോയിലും പ്ലാന്റ്സിന്റെ പ്രൊപ്പഗേഷൻ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ എങ്ങനെയാണുള്ളത്, അതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും അപ്ഡേഷൻ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്തിട്ടുള്ള ചില പ്ലാന്റ്സ് ഒക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പിന്നെ അയൽക്കത്തുള്ളവർക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്ലാന്റ്സും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ മാത്രം അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ DIYs ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ കഴിയുമ്പോഴും ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുക്കും. ഞാൻ ചില വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പോട്ടിലൊക്കെ ഞാൻ നട്ടുവയ്ക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചില പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാ പ്ലാന്റ്സും കാണിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ ഉള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്കിന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്, എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ അന്ന് കാണിച്ചതിനേക്കാളും ഒരുപാട് ഈ പ്ലാന്റ് വളർന്നിട്ടുണ്ട്. വളർന്ന് താഴത്തേക്കൊക്കെ ഒത്തിരി ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ പൂക്കളും ഉണ്ടായിരുന്നു, ഒരു 3-4 പൂക്കൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കൃത്യം ഇതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നോക്ക്, നിറയെ ചട്ടി നിറഞ്ഞ് തിക്കായിട്ട് ഇതുണ്ടായി വന്നു. താഴത്തേക്ക് ഒത്തിരി ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചെടി ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ രണ്ടാമത് പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ കാണുന്ന ഈ ഒരു ചട്ടിയിലുള്ള ഈ ഒരു ചെടിയും. ഇതും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ് നിൽക്കുന്നത്. ഇത് ഇനി കുറച്ചുകൂടെ നന്നായിട്ട് ഹാങ്ങായിട്ട് താഴത്തേക്ക് വരുന്നൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നിറയെ ചുവന്ന പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എപ്പീഷ്യ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആണ്. അധികം കെയറൊന്നും ഇല്ലാണ്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ അവസ്ഥ. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. ഇനിയിപ്പോൾ നമ്മളൊരു വാട്ടർ ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടെറാക്കോട്ടയുടെ ഒരു ചെറിയ ചട്ടിയിൽ ഒരു വാട്ടർ ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കാം. ഇതാണ് ആ ഒരു ടെറാക്കോട്ടയിൽ ചെയ്തിട്ടുള്ള ആ വാട്ടർ ഗാർഡൻ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ചട്ടിയുടെ അകത്ത് നമ്മൾ അന്ന് നട്ട സമയത്ത് ഈ 2 പ്ലാന്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വളരും. ഇത് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റ്സ് കുറേയൊക്കെ മഴ പെയ്തപ്പോൾ തെറിച്ചൊക്കെ പോയിരുന്നു, താഴത്തേക്ക് തെറിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ പെറ്റുപെരുകി ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഇത് നിറയെ ചട്ടിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കഷ്ണമൊക്കെ കിടന്നാലും നിറയെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ചട്ടിയിൽ നിറഞ്ഞുണ്ടാവും. ഇതിൻ്റെ അടിയിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറയെ ഇങ്ങനെ പായൽ പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പെന്നിവേട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതിൽ പെന്നിവേട്ട് ഈ ഒരു പോണ്ടിൽ നമുക്ക് നടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പെന്നിവേട്ട് നടുന്ന സമയത്ത് ഇത് ചെറിയ 1-2 കഷ്ണം തൈകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിറയെ ഈ പെന്നിവേട്ട് നിറഞ്ഞുണ്ടായി വന്നിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ മേളിലേക്ക് പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വീണ്ടും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. പെന്നിവേട്ടിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ച ആ മദർ പ്ലാന്റ് ഇതായിരുന്നു. അപ്പോൾ ഈ ചട്ടിയിലും ഇപ്പോൾ ചെടി നിറയെ വളർന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് ഈ ചട്ടിയിൽ ചെടി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പെന്നിവേട്ടിൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് അക്വേറിയത്തിൽ വളർത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അക്വേറിയത്തിൽ പെന്നിവേട്ട് വളർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിനകത്ത് നിന്നാലും ഇതിന് പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഗ്ലാസ് ബൗളിൻ്റെ അകത്ത് പെന്നിവേട്ടെ വളർത്തുന്നത്, വെള്ളത്തിൽ വളർത്തുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ തൈകൾ കുറേ അതിൽ തന്നെ ഉണ്ടായി വന്നതെല്ലാം വെള്ളത്തിനകത്ത് തന്നെയാണ് അത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ആ ചെടി വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്വേറിയത്തിനകത്തും ഈ പ്ലാന്റ് വളർത്താൻ പറ്റും. പക്ഷേ ഈ പ്ലാന്റിന് വെയിൽ കിട്ടണം എന്നുള്ളത് മസ്റ്റാണ്. വെയിൽ കിട്ടിയാൽ മാത്രമാണ് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. ഇപ്പോഴും നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നന്നായിട്ട് തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അതിൽ ചെറിയ പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് വീഡിയോ കാണിക്കുന്ന സമയത്ത് പൂക്കളൊന്നും അതിലില്ലായിരുന്നു. ഇപ്പം ഇതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ചെടിയുടെ ഇലകൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ദോഷം ഉണ്ടാവുമോ എന്നാണ്. സാധാരണ ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രൂൺ ചെയ്ത സ്ഥലത്ത് നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി ബുഷിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പെന്നിവേട്ടിനെ അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറില്ല. അല്ലാതെ തന്നെ ചെടിയുടെ ചോട്ടിൽ നിന്നും നിറയെ തൈകൾ പുതിയതായിട്ട് വന്നിട്ടാണ് ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് ചെടി നിൽക്കുന്നത്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല കട്ട് ചെയ്ത് കൊടുത്താൽ അത് പുതിയതായിട്ട് വളരുന്നതായിട്ട് തോന്നുന്നില്ല.
അടുത്ത പ്ലാന്റ് ഇതാണ്. ഐറിസൻ ബ്ലഡ് ലീഫ് പ്ലാന്റ് ആണ് ഇത്, അല്ലെങ്കിൽ ഹെർബിസ്റ്റി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വീഡിയോ ഒരുപാട് വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിന്റെ പ്രൊപ്പഗേഷനൊക്കെ നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചട്ടിയിൽ നട്ടിരുന്ന പുതുതായിട്ട് നട്ട ചെടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ്. ഈ ഒരു ചട്ടിയിൽ നിന്ന് നമ്മൾ നട്ടതാണ് ഈ ചട്ടിയിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചെടി. ഇതിൽ നിന്ന് ഞാൻ വീണ്ടും പ്രൂൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഇവിടുന്ന് പ്രൂൺ ചെയ്തപ്പോൾ പുതിയ തൈകൾ, പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നട്ട ചെടിയാണ് കേട്ടോ ഇത്. ഈ ചെടിയിൽ നിന്ന് ഞാൻ വീണ്ടും പ്രൂൺ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചട്ടി നിറഞ്ഞ് തിക്കായിട്ട് ചെടി നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അന്ന് നമ്മൾ നട്ട ആ ഒരു ചെടി വളർന്നിട്ട് ഞാൻ 2 തവണ ഇതിൽ നിന്ന് ചെടി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടി ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൊക്കം വെച്ച് പോകുന്നതിന് മുമ്പ് പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടോ. അപ്പോൾ ഈ ചെടി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിന് പുതിയ റൂട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ അതിന് ശേഷം നമ്മൾ വീഡിയോ കാണിച്ചതിന് ശേഷം ചെയ്തൊരു ചെടിയാണത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ ഞാൻ അന്നത്തേന് ശേഷം കുറേ ചെടികൾ ഇതിൽ നിന്ന് പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഇതിൻ്റെ കുറേ ചെടികൾ അന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത ചെടികളിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തുകൊണ്ട് ആ ചെടികളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നല്ലൊരു ചെടിയാണിത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വെള്ളത്തിലിട്ടിട്ട് വേര് വരുന്നില്ല, അത് ചെടി പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ തണ്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടുമ്പോൾ അത് ഒരു ഷെയ്ഡിൽ വെക്കുക. പക്ഷെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേരുകൾ വരുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതാണ്. കലേസിയ റെപ്പൻസ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റിന്റെ കെയർ കാണിച്ച സമയത്ത് നമ്മൾ അന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച ആ ചട്ടിയിലെ ആ ചെടിയാണിത്. ഇപ്പം ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. താഴത്തേക്ക് ഹാങ് ചെയ്ത് ഒരുപാടൊന്നും വളർന്നിട്ടില്ലെങ്കിലും ഇത്രയും ദിവസം കൊണ്ട് ഇത്രയൊക്കെ ഇതിന് വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ചട്ടി നിറയെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അത്യാവശ്യം വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഈ പ്ലാന്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ച് വെയിലും കുറച്ച് വെള്ളവും കുറച്ച് വളവും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വല്ലപ്പോഴും കുറച്ച് വളമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന, ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലേസിയ റെപ്പൻസ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോയിൽ നമ്മൾ അന്ന് കാണിച്ച ആ ഒരു ചെടിയാണിത്. ഇത് ഞാൻ അതിന് ശേഷം മറ്റേ മദർ പ്ലാന്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചെടിയാണ്. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ കൂടുതൽ വേഗത്തിൽ വളർന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ കട്ടിങ്സ് വെച്ചുകൊണ്ടായിരിക്കണം ഇത് കുറച്ചുകൂടെ ഹാങ് ആയിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് ഇതാണ്. വാണ്ടറിങ് ജൂവിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ നട്ടിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് അന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് കട്ടിങ്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് ആ ചട്ടിയുടെ അകത്ത് മാത്രം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ അത്രയും ചെറിയ കട്ടിങ്സ് ആണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത് നോക്ക്, നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അധികം തിക്കായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ച് ഹൈറ്റ് വെച്ച് വളർന്നിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാണ്ടറിങ് ജൂ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന്റെ കെയറിങ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.